ഹായ്, നമ്മൾ അസിൻക്രണസ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് എന്തൊക്കെയാണ് ഇവൻറ്റ് ലൂപ്പ് എന്താണെന്നുള്ള കോർ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. പ്രോപ്പറായിട്ട് എന്താണെന്നുള്ള ക്ലാസ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും അതിനപ്പുറത്തെ വീഡിയോസിലൊക്കെ പഠിച്ചതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ വരുമ്പോൾ അത് എവിടെയൊക്കെയാണ് പോവുക, അത് എവിടെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കോൾ ബാക്ക് ക്യൂവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൈക്രോ ടാസ്ക് ക്യൂവും പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്താണ് മൈക്രോ ടാസ്ക് ക്യൂ, അതുപോലെ തന്നെ കോൾ ബാക്ക് ക്യൂ എന്താ, അതിൻ്റെ ഉപകാരങ്ങൾ എന്താ, ഏതൊക്കെയാണ് പ്രയോറിറ്റി ഉള്ളത് എന്നുള്ള കോർ കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് മൈക്രോ ടാസ്ക്, എന്താണ് മാക്രോ ടാസ്ക്. ഇങ്ങനെ രണ്ട് ടാസ്ക് ക്യൂകളുണ്ട്. ഓക്കെ, അപ്പം മാക്രോ എന്ന് പറഞ്ഞാൽ MACRO, മറ്റേത് മൈക്രോ ആണ് MICRO എന്നുള്ളത്. ഓക്കെ, രണ്ടിൻ്റെ ഡിഫറൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്താണ് മൈക്രോ ടാസ്ക് ക്യൂ, പിന്നെ അതുപോലെ മാക്രോ ടാസ്ക്. ഈ ടാസ്കിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കോൾ ബാക്കിൽ ഒരു ഫംഗ്ഷൻ എഴുതി, ഇല്ലെങ്കിൽ സെറ്റ് എമൗണ്ട്, ഇല്ലെങ്കിൽ സെറ്റ് ഇൻ്റർവെൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. അപ്പോൾ അതിൽ ചെയ്യുന്ന ടൈമിൽ അത് എന്താ ചെയ്യുക, ഇതിനാണ് മാക്രോ ടാസ്ക് പറയുക, അല്ലാന്നുണ്ടെങ്കിൽ കോൾ ബാക്ക് ക്യൂ പറയാം. ഓക്കെ, അതായത് നമ്മളൊരു സംഭവം, ഇപ്പോൾ കോൾ ബാക്കിൽ ഒരു സംഭവം എഴുതി, അപ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് വരുന്ന ക്യൂ ആണ് എന്ത്, കോൾ ബാക്ക് ക്യൂ. ഈ കോൾ ബാക്ക് ക്യൂവിനെയാണ് അടുത്തൊരു പേര് എന്ത്, മാക്രോ ടാസ്ക് ക്യൂ എന്ന് പറയാം. ഓക്കെ, ആ കൺസെപ്റ്റ് അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ ജസ്റ്റ് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അത്ര മനസ്സിലാക്കിയാൽ മതി. അതിനെക്കുറിച്ച് കൂടുതലായി മാക്രോ ടാസ്കിനെ കുറിച്ച് പറയാം. വീണ്ടും വരുന്നതാണ് മൈക്രോ ടാസ്ക് ക്യൂ. ഓക്കെ, ഇവിടെയാണ് മൈക്രോ ടാസ്ക് ക്യൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും പറയാത്തൊരു ടാസ്ക്കാണ്, മീൻസ് സൂചിപ്പിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ടെന്നുള്ളത്. ഈ മൈക്രോ ടാസ്ക് ക്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോമിസ് വർക്ക് ആവുന്ന ടൈമിൽ ആദ്യം വന്ന് സ്റ്റോർ ചെയ്യുന്നത് ഈ പറഞ്ഞ കോൾ ബാക്ക് ക്യൂവിലല്ല, പിന്നെ നേരെ മറിച്ച് മൈക്രോ ടാസ്ക് ക്യൂ അല്ലെങ്കിൽ ജോബ് ക്യൂ പറഞ്ഞിട്ട് ഒരു ക്യൂ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്പിൾ പേരുണ്ട് ഈ മൈക്രോ ടാസ്ക് ക്യൂ, ജോബ് ക്യൂ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പ്രോമിസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റോറല്ല, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് നിൽക്കുന്ന ഒരു ക്യൂ ആണ് ഈ പറഞ്ഞ മൈക്രോ ടാസ്ക് ക്യൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൈക്രോ ടാസ്ക് ക്യൂ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പോകുന്നതാണ് സ്റ്റാക്കിലേക്ക്. ഓക്കെ, അതിന് മുമ്പ് കോൾ സ്റ്റാക്കിലേക്ക് പോകില്ല, അത് എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ ഈ കോൾ സ്റ്റാക്കിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇവൻറ്റ് ലൂപ്പ്, ഇവൻറ്റ് ലൂപ്പിൻ്റെ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നോക്കുന്നത് കോൾ സ്റ്റാക്ക് എം ടി ആണെങ്കിൽ നേരെ അത് പോകുന്നത് എങ്ങോട്ടാണ്, മൈക്രോ ടാസ്ക് ക്യൂവിലാണോ മാക്രോ ടാസ്ക് ക്യൂവിലാണോ, ആദ്യം പോകുന്ന മൈക്രോ ടാസ്ക് ക്യൂവിൽ. ഓക്കെ, അതായത് ജോബ് ക്യൂ. അവിടെയാണ് ആ പ്രോമിസിനാണ് പ്രയോറിറ്റി. ഇതിനാണ് നമ്മൾ പറയുന്നത് എന്ത്, പ്രോമിസിനാണ് പ്രയോറിറ്റി, പ്രോമിസാണ് പെട്ടെന്ന് പ്രിൻ്റ് ആവുക എന്നുള്ള കാര്യം. പിന്നെ ഉള്ളതാണ് എന്ത്, പിന്നെയാണ് മാക്രോ ടാസ്ക് അല്ലെങ്കിൽ കോൾ ബാക്ക് ക്യൂവിൽ എന്ത് ചെയ്യും, പോവും. കോൾ ബാക്ക് ക്യൂവിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും, പിന്നെയാണ് കോൾ സ്റ്റാക്കിലേക്ക് ഇടുക. അപ്പോൾ ആദ്യം ഏതാ വർക്ക് ചെയ്യുന്നത്, ആദ്യം വർക്ക് ചെയ്യുന്ന ജോബ് ക്യൂ ആണ്, പിന്നീടാണ് ഈ പറഞ്ഞ മാക്രോ ടാസ്ക് ക്യൂ അല്ലെങ്കിൽ കോൾ ബാക്ക് ക്യൂവിൽ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ ഈ കോൾ ബാക്ക് ക്യൂവിന് തന്നെ മൾട്ടിപ്പിൾ പേരുണ്ട്. കോൾ ബാക്ക് ക്യൂ, ഇപ്പോൾ ഞാൻ പറഞ്ഞ മാക്രോ ടാസ്ക് ക്യൂ, പിന്നെ മെസ്സേജ് ക്യൂ, അങ്ങനെ മൾട്ടിപ്പിൾ പേരുണ്ട്. അത് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കോഡ് എഴുതി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായി ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാവും. ഓക്കെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനിവിടെ ആദ്യം ഒരു ഫംഗ്ഷൻ എഴുതാൻ പോകണം. അതായത് കോൾ ബാക്കും എഴുതും, അതുപോലെ തന്നെ ഒരു പ്രോമിസും എഴുതി, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോ ടാസ്ക് ക്യൂ എന്താ നടക്കുന്നത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാക്രോ ടാസ്ക് അല്ലെങ്കിൽ കോൾ ബാക്ക് ക്യൂ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ആരോ ഫംഗ്ഷനിൽ ഒരു കാര്യം ഞാൻ എഴുതുന്നു, ഒരു ഫംഗ്ഷൻ 1 എന്ന് എഴുതാം. ഫംഗ്ഷൻ 1, അതിൽ ഞാൻ ഒരു ആരോ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത് console.logൽ ഫംഗ്ഷൻ 1 എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ കോപ്പി ചെയ്ത് അടുത്തൊരു ഫംഗ്ഷൻ കൂടി എഴുതാം. ഓക്കെ, ഇത് ഫംഗ്ഷൻ 2 എന്ന് എഴുതാം. ഓക്കെ, ഫംഗ്ഷൻ 2. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുക, console.logൽ ഫംഗ്ഷൻ 2 എന്ന് എഴുതാം. പിന്നെ ഒരു മെയിൻ ഫംഗ്ഷൻ നമുക്ക് എഴുതാം. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ നമുക്ക് അതും ഒരു ആരോ ഫംഗ്ഷനൊക്കെ എഴുതാം. അതിനിപ്പോൾ മെയിൻ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയും ഒരു ആരോ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം console.logൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതാം. മെയിൻ
ഫങ്ഷൻ. ഓക്കെ, മെയിൻ ഫങ്ഷൻ എഴുതിയതിന് ശേഷം ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു സെറ്റ് ടൈം ഇട്ടിടുന്നത്. ഓക്കെ, സെറ്റ് ടൈം ഇട്ട് ഒരു കോൾ ബാക്ക്. ഓക്കെ, ഒരു സെറ്റ് ടൈം ഇട്ട് ഞാൻ ഇടുന്നുണ്ട് ഇവിടെ തൽക്കാലം. സെറ്റ് ടൈം ഔട്ട് എഴുതിയതിന് ശേഷം ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന അത് ഒറ്റ ഇപ്പോൾ ആർഗ്യുമെൻറ്റും അതുപോലെ തന്നെ ഈ ആരോ ഫംഗ്ഷനിൽ വേറൊരു കാര്യമുണ്ട്. ആർഗ്യുമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫംഗ്ഷൻ ഒന്നാണെങ്കിൽ ഈ പറഞ്ഞ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, ആരോൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ ഞാനിവിടെ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫംഗ്ഷൻ 1 ഇവിടെ കോൾ ചെയ്യുന്നു. ഓക്കെ, ഫംഗ്ഷൻ 1 ഞാൻ ഇവിടെ കോൾ ചെയ്യുന്നു. ഓക്കെ, ഫംഗ്ഷൻ ഇവിടെ 1 കോൾ ചെയ്തു. പിന്നെ ഒരു 0 സെക്കൻഡ് ഞാൻ കൊടുക്കുന്നു. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെറ്റ് എമൗണ്ടിൻ്റെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എത്ര ടൈമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മീൻസ് ഡിലേ വരുത്തേണ്ടത് എന്നുള്ളതാണ്. എനിക്ക് 0 സെക്കൻഡ് ഡിലേ ഒന്നും വരുത്തേണ്ട, സെക്കൻഡ്സ് ഡിലേ ഒന്നും വേണ്ട. അതുകൊണ്ട് എന്നിട്ട് ഞാൻ ഒരു പ്രോമിസും കൂടി എഴുതാണ് ഇവിടെ. ഓക്കെ, പ്രോമിസ്, ന്യൂ പ്രോമിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളെ 2 ആർഗ്യുമെൻറ്റാണ് പറഞ്ഞത്, ഒന്ന് റിസോൾവും പിന്നെ റിജക്റ്റ്. ഓക്കെ, റിജക്റ്റ് എന്തും കൊടുക്കാം, ഞാനിപ്പോൾ റിജക്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ഇവിടെ എന്ത് ചെയ്യും, റിസോൾവിലാണ് ഞാൻ കൊടുക്കുന്നത്. റിസോൾവിൽ എന്ത് കൊടുക്കുന്നു, ഞാൻ കൊടുക്കുന്നു ദിസ് ഈസ് പ്രോമിസ് ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഡോട്ട് ഇട്ടിട്ട്, ഡോട്ട് ആണ് ഞാൻ പറഞ്ഞല്ലോ, റിജക്റ്റ് അല്ല റിസോൾവ് ആണെന്നുണ്ടെങ്കിൽ ഡോട്ട് ദെന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ റിസൾട്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, റിസൾട്ട് എന്താണോ ആ റിസൾട്ട് ആയിരിക്കും ഇവിടെ പ്രിൻ്റ് ചെയ്യുക. ഇതിനുള്ളിൽ നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ട് എന്നിട്ട് ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാണ്. ഓക്കെ, ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുക. ആ റിസൾട്ട് എന്താ, ദിസ് ഈസ് പ്രോമിസ് ഫങ്ഷൻ എന്നായിരിക്കും. ആ റിസൾട്ടാണ് ഇവിടെ വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് നമ്മൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാത്തത് ഫംഗ്ഷൻ 2 ആണ്. ആ ഫംഗ്ഷൻ 2 എന്നുള്ളത് നമ്മൾ ഇവിടെ കോൾ ചെയ്യാം. ഓക്കെ, അതായത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഏറ്റവും താഴത്തായിട്ട് ഞാൻ എന്ത് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ എഴുതി. ഇനി ഇപ്പോൾ ഇത്രയും കോഡ് അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷനും കോൾ ചെയ്തിട്ടില്ല, മെയിൻ ഫംഗ്ഷൻ എഴുതി അതും കോൾ ചെയ്യാം. ഓക്കെ, യെസ്, ഇത്രയും ഫംഗ്ഷൻ നമുക്കെല്ലാം അറിയുന്നത് നമ്മൾ പ്രോപ്പറായി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചതാണ്. ഇത് കണ്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വീഡിയോ പോസ് ചെയ്യുക, നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക, അതിലെന്തൊക്കെയാണ് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് തിരിയും. അതല്ലാത്ത കേസ് നിങ്ങൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല, എന്ത് ചെയ്യില്ല, മനസ്സിലാവാൻ കുറച്ച് ടഫാണ്. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യത്തെ വെച്ചാൽ ഫംഗ്ഷൻ 1 പറഞ്ഞിട്ട് ഞാൻ ഒരു ആരോ ഫംഗ്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എഴുതി ഫംഗ്ഷൻ 1 അസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫംഗ്ഷൻ 2 ഫംഗ്ഷൻ 2 അസൈൻ ചെയ്തിട്ടുള്ളത് വേറൊരു ആരോ ഫംഗ്ഷൻ. പിന്നെ മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് എഴുതിയിട്ടുള്ളത്, അതും ഒരു ആരോ ഫംഗ്ഷനാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസോൾ ഡോട്ട് ലോഗിൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റ് ടൈം ഔട്ട് എഴുതിയിട്ട് ഫംഗ്ഷൻ 1 അതിൻ്റെ ഉള്ളിലാണ് വിളിച്ചത്. പിന്നെ ഒരു പ്രോമിസ് ഇട്ട് ആ പ്രോമിസിൻ്റെ ഉള്ളിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ആ റിസോൾവിനെയും കൺസോൾ ഡോട്ട് ലോഗ് എടുത്ത് ആ റിസൾട്ട് എന്താണോ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഫംഗ്ഷൻ 2 കോൾ ചെയ്യുന്ന ഏറ്റവും താഴത്തായിട്ട്. പിന്നെയാണ് മെയിൻ ഫംഗ്ഷൻ എന്നുള്ള എഴുതുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എത്ര ആൾക്കാർ അറിയാമായിരിക്കും. നിങ്ങളൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചിന്തിച്ച് നോക്കുക ഈ പ്രോജക്റ്റ് എന്താണ്, ഇതിലെന്താ വർക്ക് ചെയ്യുന്നത്, ഇതിലെന്താ ഔട്ട്പുട്ട് എന്നുള്ളത്. ജെന്യൂനായിട്ട് നിങ്ങൾ മുന്നോട്ടൊന്നും പോവാതെ ഇപ്പം തന്നെ പോസ് ചെയ്തിട്ട് ഒന്ന് റിസൾട്ട് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അതിനൊരു 5 മിനിറ്റ്സോ അല്ലെങ്കിൽ എത്ര മിനിറ്റ്സ് നിങ്ങൾ എടുക്കുക, അതൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ആദ്യം ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നോക്കുക ഇതിൻ്റെ റിസൾട്ട്. ഓക്കെ, അപ്പം നോക്കാം, നമുക്ക് തന്നെ ആദ്യം ഇതിൻ്റെ റിസൾട്ട് നോക്കാം. നമ്മൾ നോർമലി ആണെങ്കിൽ നമ്മൾ പഠിച്ച രീതിക്കാണെങ്കിൽ എങ്ങനെയാണ് ശരിക്കും വരിക, ടോപ്പ് ടു ബോട്ടം ആണ് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുക, അത് നമുക്കറിയാം. അതായത് ഒരു ഫംഗ്ഷൻ വർക്കായി കഴിഞ്ഞിട്ടാണ് സിങ്ക്രണസ് ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ 1 വർക്ക് ചെയ്യണം. പക്ഷേ ഈ ഫംഗ്ഷൻ 1 കോൾ ചെയ്താലേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഫംഗ്ഷൻ 1 എന്നുള്ളത് എവിടെയുള്ളത്, സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലാണ് ഫംഗ്ഷൻ 1 എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ 2 എന്നുള്ളതാണ്. ഫംഗ്ഷൻ 2 എന്നുള്ള മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ മെയിനായിട്ട് വിളിക്കേണ്ട ഫംഗ്ഷൻ ഏതാ, മെയിൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്തതിന് ശേഷം ആദ്യം വർക്ക് ചെയ്യുന്ന കൺസോൾ ഡോട്ട് ലോഗിൽ മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. സെക്കൻഡ് വന്നെ അപ്പോൾ സെറ്റ് ടൈം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ന്യൂ പ്രോമിസ് ഉണ്ട്. ഇത് രണ്ടിൽ ഏത് ആദ്യം വർക്ക് ചെയ്യാം, അത് നിങ്ങൾ ചിന്തിച്ച് നോക്കി. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒന്ന് മൈക്രോ ടാസ്ക്യൂ ആണ്, മറ്റൊന്ന് എന്താണ്
മാക്രോ ടാസ്ക് അതായത് കോൾ ബാക്ക് ക്യൂലാണ് പോകുക. അപ്പോൾ ഏതിനാ പ്രയോറിറ്റി കൂടുതൽ? പ്രോമിസിനാണ്. അപ്പോൾ എന്തുകൊണ്ട് പ്രോമിസിന് പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായാലും നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് ആദ്യം നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് എന്ത് റിസൾട്ട് നോക്കാം. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, മെയിൻ ഫങ്ഷൻ എന്നുള്ളത് ആദ്യം പ്രിൻ്റ് ചെയ്തു. എന്തിനാ? അത് ആർക്കും സംശയമില്ല. കാരണം എന്താ, മെയിൻ ഫംഗ്ഷനാണ് ആദ്യം കോഡിൽ നമ്മൾ എന്ത് ചെയ്തത്, കോൾ ചെയ്തിട്ടുള്ളത്. ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് വർക്കേ ഉള്ളൂ. അപ്പം മെയിൻ ഫംഗ്ഷൻ ആദ്യം കോൾ ചെയ്യുമ്പോൾ അതിലുള്ളതെന്ന് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മെയിൻ ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത് പ്രിൻ്റായി. പിന്നെ ഫംഗ്ഷൻ 2 ആണ് പ്രിൻ്റായത്. കണ്ടോ, ഫംഗ്ഷൻ 2 ആണ്. ഫംഗ്ഷൻ 2 എന്നുള്ളത് ഈ ഫംഗ്ഷൻ 2 ആണ്. പക്ഷെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ ആ ഫംഗ്ഷൻ 2-നേക്കാളും മുന്നേ തന്നെ കോൾ ചെയ്തിട്ടുണ്ടോ എന്തിനെ, സെറ്റ് ടൈം ഔട്ട് എന്നുള്ള ഫംഗ്ഷനെ. പക്ഷേ വർക്കായതോ ഫംഗ്ഷൻ 2 എന്നുള്ള. അതെന്തുകൊണ്ട്? അത് നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അതായത് ഇത് കോൾ സ്റ്റാക്ക് എന്ത് ചെയ്യും, കോൾ സ്റ്റാക്കിൽ ഇടുന്നതിന് മുമ്പ് ഈ സെറ്റ് ടൈം ഔട്ടിന് എവിടെ പോയി ഇടും? കോൾ ബാക്ക് ക്യൂലാണ് ഇടുക. കാരണം എന്താ, ഇത് കുറച്ച് ഡിലേ വരുന്ന ഫംഗ്ഷനാണ്, ഇത് അസിങ്ക്രണസ് ആണ്. അതുകൊണ്ടാണ് കോൾ ബാക്ക് ക്യൂവിൽ വെച്ചത്. പിന്നെ പ്രോമിസ്, അടുത്തത് പ്രോമിസ് ആണല്ലോ. അപ്പോൾ പ്രോമിസ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്? അല്ല, പ്രോമിസും അസിങ്ക്രണസ് ഫംഗ്ഷനാണ്. അപ്പോൾ പ്രോമിസിലുള്ള ഫംഗ്ഷൻ എവിടെ വെക്കും? മൈക്രോ ടാസ്ക് ക്യൂവിൽ കൊണ്ടുപോയി വെക്കും, കോൾ ബാക്ക് ക്യൂവിലല്ല. പിന്നെ എന്ത് ചെയ്യും, ഫംഗ്ഷൻ 2 എന്താണോ ആ ഫംഗ്ഷൻ 2 ആണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് സിങ്ക്രണസ് ആണ്, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കോൾ ബാക്ക് ക്യൂവിൻ്റെ ഉള്ളിൽ ഇടേണ്ട ആവശ്യമില്ല. അത് നേരെ എന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് എടുത്തുന്നു. അതുകൊണ്ടാണ് ഫംഗ്ഷൻ 2 വർക്ക് ആയി എന്നുള്ള കാര്യം നമുക്കറിയാം. സെക്കൻഡ് വൺ ആണ്, തേർഡ് വൺ ആണ് ദിസ് ഈസ് പ്രോമിസ് ഫംഗ്ഷൻ. ദിസ് ഈസ് പ്രോമിസ് ഫംഗ്ഷൻ ആണല്ലോ, അതാണല്ലോ അത് വർക്കായത്. അതായത് സെറ്റ് ടൈം ഔട്ട് ഉണ്ട്, അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ഫംഗ്ഷൻ വർക്കായത്. ശരിക്കും ഫംഗ്ഷൻ 1 അല്ല, അത് ഫംഗ്ഷൻ 1 അല്ല ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്. കാരണം പ്രോമിസിന് തൊട്ട് മുമ്പ് ഇതും അസിങ്ക്രണസ് ആണ്, ഇതും അസിങ്ക്രണസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിന് പ്രയോറിറ്റി കൊടുത്തു, ഇതിനും എന്തുകൊണ്ട് പ്രയോറിറ്റി കൊടുത്തില്ല? കാരണം ഇത് സെറ്റ് ടൈം ഔട്ട് ആണ്, കോൾ ബാക്ക് ക്യൂവിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മൈക്രോ ടാസ്ക് ക്യൂവിൽ ഏതാണ് സ്റ്റോർ ആയത്, അപ്പോൾ അതിനാണ് കൂടുതൽ പ്രയോറിറ്റി. അതാണ് ഇവൻറ്റ് ലൂപ്പ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഇവൻറ്റ് ലൂപ്പ് ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താ, കോൾ സ്റ്റാക്ക് പോവും, കോൾ സ്റ്റാക്ക് പോയി ചെക്ക് ചെയ്യും, അവിടെ ഒക്കെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, മൈക്രോ ടാസ്ക് ക്യൂവിലാണ് വന്ന് ചെക്ക് ചെയ്യുക, മാക്രോ ടാസ്ക് ക്യൂവിലല്ല. അതായത് കോൾ ബാക്ക് ക്യൂവിലല്ല. അപ്പോൾ എന്ത് ചെയ്യും, മൈക്രോ ടാസ്ക് ക്യൂവിൽ നോക്കും. മൈക്രോ ടാസ്ക് ക്യൂവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കോൾ സ്റ്റാക്കിലിടും. കോൾ സ്റ്റാക്ക് ഇട്ടതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ കോൾ ബാക്ക് ക്യൂവിൽ വരുള്ളൂ. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ദിസ് ഈസ് പ്രോമിസ് ഫംഗ്ഷൻ എഴുതിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൈക്രോ ടാസ്ക് ക്യൂവിലാണ്. അതുകൊണ്ടാണ് മൈക്രോ ടാസ്ക് ക്യൂ പ്രിൻ്റ് ആയത്. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്ത്, കോൾ ബാക്ക് ക്യൂവിൽ വന്നിട്ട് ഈ പറഞ്ഞ ഫംഗ്ഷൻ 1 എന്നുള്ളത് നിങ്ങൾ പ്രിൻ്റ് ആയത്. ഓക്കെ, ഒന്നുകൂടി നോക്കിയാൽ മെയിൻ ഫംഗ്ഷൻ, ഫംഗ്ഷൻ 2, പിന്നെ ദിസ് ഈസ് പ്രോമിസ് ഫംഗ്ഷൻ, പിന്നെ ഫംഗ്ഷൻ 1. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് സംശയങ്ങൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഷ്യൂ എന്തായിരിക്കും എന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ മിസ്റ്റേക്ക് വരുത്തുക, അതായത് സ്കിപ്പ് ചെയ്ത് കാണുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വീഡിയോ കാണാത്തതിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്ത് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ റിവേഴ്സ് ആയി കാണാം. ഇനി വീണ്ടും ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ, ഈ മൈക്രോ ടാസ്കിൽ ജോബ് ക്യൂ എന്ന് പേര് വരാൻ കാരണം ഇത് ഈ ടാസ്ക് അല്ല, അസൈൻ ചെയ്യുന്നത്, ഒരു ജോബിനെയാണ് അസൈൻ ചെയ്യുന്നത് ഈ പറഞ്ഞ മൈക്രോ ടാസ്കിൽ. പക്ഷെ മാക്രോ ടാസ്കിലാണെങ്കിൽ ഒരു ടാസ്ക് ആണ് അസൈൻ ചെയ്യുന്നത്. ഇത് രണ്ടും അതിൻ്റെ ഒരു വ്യത്യാസം കൂടിയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടെലിഗ്രാം ലിങ്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വഴി കയറിയതിന് ശേഷം വോയിസ് മെസ്സേജ് അയച്ച്, പല ആൾക്കാരും ഇപ്പോൾ പ്രൈവറ്റായിട്ടും അല്ലാത്തവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സംശയങ്ങളൊക്കെ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഒരു ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുക. ആരും കളിയാക്കാനോ ആരോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാതെ ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ലേൺ ചെയ്തതിന് ശേഷം ഒരു ഒരു ജോബ് അല്ലെ വർക്കിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ തെറ്റ് വരുത്തുമ്പോൾ അതൊരു വലിയ മിസ്റ്റേക്കായി മാറും. അതുകൊണ്ട് ഇപ്പോൾ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുക. എങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പ്രോപ്പറായ ഗൈഡൻസോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂല,
നിങ്ങൾ ഒരിക്കലും മറക്കൂല, മിസ്റ്റേക്ക് പിന്നെ വരുത്തില്ല. അപ്പം മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുക, എററിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നാളെ ഒന്ന് പിടിച്ച് നിന്ന് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നാളെ ഒരു എറർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ അതെന്ന് ഇഷ്യൂസ് ഉണ്ടാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും, മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. വീണ്ടും വീണ്ടും വരച്ച് കാണിച്ചു തരാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത ഒന്നാമത്തെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ടാബിൻ്റെ ഇഷ്യൂ ആണ്, കുഴപ്പമില്ല. പക്ഷേ നെക്സ്റ്റ് ഡേയ്സിൽ വരുമ്പോൾ, അതായത് നാളെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രോപ്പറായി വരച്ച് കാണിച്ചു തരാം എന്താ സംഭവം ഇവിടെ നടക്കുന്നത്, ഇവൻറ്റ് ലൂപ്പ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവൻറ്റ് ലൂപ്പാണോ മൈക്രോ ടാസ്കിലേക്ക് ഇടുന്നത്, അതുപോലെ കോൾ ബാക്ക് ക്യൂ, പിന്നെ അതെടുത്ത് കോൾ സ്റ്റാക്കിൽ ഇടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ പറഞ്ഞുതരും. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.